ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഓഫ് റോഡിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ സ്റ്റാൻഡിംഗ് പോസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ മുകളിൽ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ് പോകുമ്പോൾ നമ്മളൊരു ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ഒരു ഹില്ല് നമ്മൾ ഇറങ്ങി വരുമ്പോഴും നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്, ബോഡി പോസ്ചർ ഏത് ആംഗിളിലൊക്കെ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മുടെ മറ്റുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ ഈ ഒരു വീഡിയോയും കാണുന്നതിലൊരു 90% പേരും ഒരു ഓഫ് റോഡിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം അത്യാവശ്യം കുറേ പേരൊക്കെ ഓഫ് റോഡിങ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഓഫ് റോഡിങ് ചെയ്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് അറിയില്ല. അതായത് ഒരു കയറ്റം കയറുമ്പോൾ അവർ മിക്കപ്പോഴും വണ്ടിയിൽ ഇരുന്നാണ് വണ്ടി ഓടിക്കുക. അതിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും വണ്ടിയിൽ ഇരുന്നിട്ടായിരിക്കും അവർ ഇറക്കിക്കൊണ്ട് വരിക, ഓഫ് റോഡിങ്സ് ഇറക്കിക്കൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് കൺട്രോളിങ്ങിന് പ്രശ്നം വരാറുണ്ട്. അതല്ലെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്യാൻ അറിയാൻ ചാൻസ് വരാറുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ സസ്പെൻഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റാറില്ല അവർക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സൊല്യൂഷനാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വഞ്ചർ ബൈക്കോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ക്യാപ്പബിലിറ്റി ഉള്ള ബൈക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്ലെയിൻ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സേഫ് സോണായിട്ട് തോന്നുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സേഫ്റ്റി ഗിയേഴ്സും ഉൾപ്പെടെ, അതായത് ഒരു ജാക്കറ്റ്, ഗ്ലൗസ്, ഹെൽമെറ്റ്, അതുപോലെ തന്നെ ഒരു റൈഡിംഗ് ബൂട്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഷൂ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം വേറെ ഒന്നല്ല, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് തടയാനായിട്ട് നമുക്ക് ഈ സേഫ്റ്റി ഗിയേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡെമോ ചെയ്യാൻ പോണത് റോയൽ എൻഫീൽഡ് ഹിമാലയനിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഓൾറെഡി അതിൽ സ്റ്റാൻഡിങ് പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് വണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ലെഗിൻ്റെ പൊസിഷനിങ്, മുട്ട് എങ്ങനെ ട്രക്കിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ സർഫസിലൂടെ പോകുമ്പോഴാണ് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ അത് ഓഫ് റോഡിംഗ് എന്ന് പറയുമ്പോൾ പല തരം ടെറൈൻസ് ഉണ്ടാവും. അതായത് ഒരു മല കയറേണ്ട വരും, നമുക്ക് മല ഇറങ്ങേണ്ട വരും. അപ്പോൾ നമ്മളൊരു ഹിൽ ടെറൈൻ കയറാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റിൻ്റെ ഒരു 40%, അതായത് ഒരു ലെഗിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് വണ്ടിയുടെ സെൻറ്ററിലേക്ക്, ഫുട് പെഡലിലേക്ക് കൊടുക്കണം. ബാക്കി വരുന്ന 60% വെയിറ്റ് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കൊടുക്കേണ്ട. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി വണ്ടിയിൽ നിൽക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ മുട്ട് ടക്കിങ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പ് ഫ്രണ്ടിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. ഹിപ്പ് ഫ്രണ്ടിലേക്ക് ലോഡ് ചെയ്യുക, ബാക്കി എല്ലാ പൊസിഷനും നമ്മുടെ ഒരു നിൽക്കുന്ന സ്റ്റാൻഡിങ് പൊസിഷൻ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 40% വെയിറ്റ് നമ്മൾ വണ്ടിയുടെ സെൻറ്ററിലേക്ക് കൊടുക്കുക. ബാക്കിയുള്ള 60% വെയിറ്റ് നമ്മൾ ഹിപ്പ് വഴി ഡിസ്പേഴ്സ് ചെയ്തിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കൊടുക്കുക. കാരണം നമ്മൾ വണ്ടി ഒരു കയറ്റം കയറുന്ന ടൈമിൽ നമ്മുടെ വണ്ടിയുടെ ലോഡ് വരേണ്ടത് ഫ്രണ്ടിലേക്കാണ്. നമ്മൾ ആ സമയം ലോഡ് ബാക്കിലേക്ക് കൊടുത്താൽ വണ്ടിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ വണ്ടി ടയർ സ്കിഡ് ആവാൻ അല്ലെങ്കിലും തെറിച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ അതുപോലെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ആംഗിളാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫീറ്റിൻ്റെ സെൻറ്റർ വെച്ച് കൊടുത്തു, ഹീലിൻ്റെ താഴേക്ക് ലോഡ് ചെയ്തു, നീസ് ടക്കിങ് ചെയ്തു, വെയിറ്റ് 40% താഴേക്കും, ബാക്കിയുള്ള ഒരു 60% ഹിപ്പ് വെച്ചിട്ട് നമ്മൾ ടാങ്കിനെ ഹഗ് ചെയ്ത് ലോഡ് ചെയ്ത് പിടിക്കുക ഫ്രണ്ടിലേക്ക്. ഈ ഒരു ആംഗിളാണ് നമ്മൾ കയറ്റം കയറുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത്തത് ഇനി നമ്മൾ കയറ്റം ഇറങ്ങുമ്പോൾ, അതായത് ഒരു ഹിൽ ടെറൈൻ നമ്മൾ റിട്ടേൺ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് ഏത് രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് വരേണ്ടത് ബാക്കിലേക്കാണ്. അപ്പോൾ ഓൾറെഡി ഇറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ വെയിറ്റ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിലേക്ക് കൂടെ വെയിറ്റ് ഡിസ്പേഴ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കയറ്റം ഇറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കയറ്റം കയറിയ രീതിയിൽ തന്നെ വെയിറ്റ് ഡിസ്പേഴ്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഉള്ള വെയിറ്റ് മൊത്തം വണ്ടിയുടെ ഫ്രണ്ടിലേക്കായിരിക്കും ലോഡ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ബാലൻസ് ആവില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫുട്ട് പ്ലേസ് ചെയ്യാം, അതേ ആംഗിളിൽ തന്നെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റുമോ, നമ്മൾ ബാക്കിലേക്ക് ബോഡി വെയിറ്റ് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ബാക്കിലത്തെ വീലിലേക്ക് ലോഡ് ആവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് വണ്ടിയുടെ ബാക്കിലേക്ക് ഡിസ്പേഴ്സ് ആവുകയും വണ്ടിയുടെ ബാക്കിലേക്ക് നമുക്കൊരു ട്രാക്ഷൻ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കൂട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും വണ്ടീനെ. നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി കയ്യിൽ നിന്ന് പോവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് റിമൈൻഡ് ചെയ്യാം, നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റു വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ നമ്മുടെ ബോഡി നിൽക്കേണ്ടത് ഫ്രണ്ടിലേക്ക് ടക്കിൻ ചെയ്യുക, അത് ഹീല് താഴേക്ക് ലോഡ് ചെയ്യുക, മുട്ട് രണ്ടും വണ്ടിയോ ടാങ്കിനോട് ഹഗ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഹിപ്സ്
ഹിപ്പിൻ്റെ വെയിറ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന് ബാക്കി എല്ലാ പൊസിഷനും ഈ ഒരു ആംഗിൾ തന്നെ വരിക. ഇതാണ് നമ്മൾ ഈ ഒരു ആംഗിളാണ് നമ്മൾ വണ്ടി കയറ്റം കയറുന്ന സമയത്ത് ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ആംഗിൾ. വണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെ സീറ്റിലേക്ക് നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് എത്രത്തോളം വെയിറ്റ് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ സെയിം ആംഗിൾ തന്നെ കാല് ഹീൽ താഴേക്ക് ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പിടിച്ച് നിർത്തുക. ഈ പറഞ്ഞ രീതിയിൽ നിൽക്കുക, നേരെ നോക്കുക. ഇതാണ് നമ്മൾ ഇറങ്ങേണ്ട രീതി. അപ്പോൾ ഈ പറഞ്ഞ 2 രീതി ഞാൻ നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് കാണിച്ചു തരാം വണ്ടിയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ട്രയൽ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നത് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലമ്മ, ടേക്ക് കെയർ.